ഹലോ എവരിവൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്യൂൺ, റൂം അറ്റൻഡന്റ്, നൈറ്റ് വാച്ച്മാൻ എന്നീ തസ്തികകളിലേക്കായിട്ട് PSC നടത്തിയിട്ടുള്ള എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു എക്സാം നടന്നത്. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 70/2025 ആണ്. ആൽഫ കോഡ് A ആണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. 2, 4, 1, 3 എന്നുള്ളതാണ്. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം എന്നിങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ആൻസർ ഓപ്ഷൻ B ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. INCയുടെ പദവിയിൽ അധ്യക്ഷ പദവിയിൽ എത്തിയ ആകെ ഒരു മലയാളിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ C ആണ്, ചേറ്റൂർ ശങ്കരൻ നായർ കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1900 ഏത് വൈസ്രോയെയാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആർക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്, ലോർഡ് കഴ്സൺ. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതാപം എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ D ആണ്, എല്ലാം ശരിയാണ് കേട്ടോ. അപ്പൊ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടേതാണ് ആത്മാനുതാപം എന്ന് പറയുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം എന്ന് പറയുന്ന. ആൻസർ ഓപ്ഷൻ A ആണ്. എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, DK കാർവേ കേട്ടോ. അപ്പം DK കാർവേ എന്നാണ് സ്ഥാപിച്ചത്? 1916 സ്ഥാപിച്ചത്, പൂനെയിലാണ് സ്ഥാപിച്ചത്. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എപ്പോഴും വരുന്നതാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, ചൗരി ചൗര സംഭവം. 8, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ A ആണ്, ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ നിന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്, ബോംബെ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ C ആണ് വരുന്നത്, വില്യം ജോൺസ് ആണ് സ്ഥാപിച്ചത്. 11, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ധനബിലിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്, ലോക്സഭയിലാണ് ധനബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുക? എടുത്തു പറഞ്ഞിട്ടുണ്ട് അനുച്ഛേദം 226 എന്നുള്ളത്. അപ്പൊ ഏത് കോടതിയെയാണ് സമീപിക്കേണ്ടത്? ഓപ്ഷൻ B ആണ്, ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടത് കേട്ടോ. 13, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 21 നിന്നും 18 കുറച്ചത്. ആൻസർ ഓപ്ഷൻ A ആണ്, 61ാം ഭേദഗതി. 14ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 സബ്ജക്റ്റുകൾ 42ാം ഭേദഗതിയിലൂടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം ഇപ്പോൾ ഏത് ലിസ്റ്റിലാണ് ഉള്ളത്? കൺകറന്റ് ലിസ്റ്റിലാണ് ഉള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭയെക്കുറിച്ച് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ്. 5 വർഷമാണ് സഭയുടെ കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. അപ്പൊ നമുക്ക് 5 വർഷം അല്ല എന്നുള്ളത് അറിയാം. സ്പീക്കർ അല്ല അധ്യക്ഷത വഹിക്കുന്നതെന്ന് അറിയാം. ആൻസർ വരുന്നത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ C ആണ് വരുന്നത് കേട്ടോ. 16, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രാജ്യത്തിന് എന്നാണ് സമർപ്പിച്ചത്? 2025 മെയ് 2 രാജ്യത്തിന് സമർപ്പിച്ചത് കേട്ടോ. 16 ആൻസർ ഓപ്ഷൻ A ആണ്. 17, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ലാസ്റ്റ് 1 ആണ്, JD വാൻസ്. JD വാൻസ് ആണ് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിന് സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, VP മേനോൻ. 19, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? 19ന്റെ ആൻസർ ഓപ്ഷൻ B ആണ്, ഗുൽസാർലാൽ നന്ദ.
20 ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ചൈന. 21ാമത്തെ ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം. 22 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശ്. 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വാരണാസി. അപ്പൊ വാരണാസി മണ്ഡലത്തിൽ നിന്നുമാണ് പ്രധാനമന്ത്രി മത്സരിച്ചിട്ടുള്ളത്, ഓർത്തിരിക്കുക കേട്ടോ. 24 ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ചെയർമാനെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ വി നാരായണനാണ്. 25 ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. അപ്പൊ തന്നിരിക്കുന്നത് ഹിരാക്കുഡ്, സർദാർ സരോവർ, കൃഷ്ണരാജസാഗർ, അതുപോലെ നിസാം സാഗർ എന്നിവയാണ്. അപ്പൊ ഹിരാക്കുഡ് ഏതാണെന്ന് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഹിരാക്കുഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്, മഹാനദിയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ 25ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണസാഗർ എന്ന് പറയുന്നത് കാവേരി, അതുപോലെ നിസാം സാഗർ എന്ന് പറയുന്നത് ഗോദാവരിയിലാണ്. അപ്പൊ എങ്ങനെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, അഗസ്ത്യമല. 27 പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുനർഗേഹത്തിന്റെ ഉപഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 28 തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 28ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊല്ലം ചെങ്കോട്ട. 29 ഹിമാലയ പർവ്വത നിരയായ സഹ്യാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് വേണം കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. ആൻസർ വരുന്നത് 29ന്റെ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം സവിശേഷതകൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നിരപ്പായ താഴ്വരകളാൽ ഡൂണുകൾ കാണപ്പെടുന്നു എന്നതും തെറ്റാണ്. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു, ശരിയാണ്. ഹിമാദ്രിയെ സംബന്ധിച്ച് അതുപോലെ മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? 30ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, നല്ലളമാണ് മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എന്ന് പറയുന്നത്. 31 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അപ്പൊ എന്നാണ് നടക്കുന്നത്? 2027 നടക്കുന്നത്, ഓർത്തിരിക്കുക. 31ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സൗദി അറേബ്യ. 32 കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നാണ് തന്നിരിക്കുന്നത്. പാമ്പാടും ചോല തന്നിട്ടുണ്ട്, മതികെട്ടാൻ ചോല, ഇരവികുളം, സൈലന്റ് വാലി. അപ്പം ഇവിടെ 32ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ലാസ്റ്റ് വൺ ആണ്, 1, 3 എന്നാണ്. ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് ഏത്? പാമ്പാടും ചോല എന്ന് പറയുന്നത് 2003 ദേശീയ ഉദ്യാനമായി. പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, അതുപോലെ തന്നെ ആനമുടി ചോല, ഇത് മൂന്നും 2003 തന്നെയാണ് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം നമ്മൾ പാമ്പാടും ചോല മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മതികെട്ടാൻ ചോല 2003 ദേശീയ ഉദ്യാനമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇരവികുളം എന്താണ്? നീലഗിരി താറാണ് അവിടുത്തെ ഏറ്റവും സംരക്ഷിത മൃഗം എന്ന് പറയുന്നത്. സൈലന്റ് വാലി എന്താണ്? നീലഗിരിക്കുന്നുകൾ എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ലാസ്റ്റ് വൺ ആണ്. 33 ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാതകങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശിക വാതകമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ വരുന്ന 33ന്റേത് ഓപ്ഷൻ സി ആണ്, ലൂ. എപ്പോഴും റിപ്പീറ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 34 പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെരിയാറിനെ കുറിച്ച് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. 34ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 3, 4 എന്നിവ ശരിയാണ്. എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദിയാണ്, ശരിയാണ്. അതുപോലെ പശ്ചിമഘട്ട മലനിരകളിൽ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നുമാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ മുതിരമ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ് എന്നിങ്ങനെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ലാസ്റ്റ് വൺ ആണ്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഇത് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. 36 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? 36ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പെരിയാർ ടൈഗർ റിസർവ്. 37 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാസ്റ്റ് വൺ, പുല്ലാമ്പാറ. 38 കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കശ്മീർ താഴ്വരയിലെ ഹിമാനികളിൽ നിക്ഷേപിക്കപ്പെട്ടതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കരേവാസ് മണ്ണ്.
എപ്പോഴും റിപ്പീറ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണത്. 39. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മഴൽ നിഴൽ പ്രദേശം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 39ന്റെ ആൻസർ ഓപ്ഷൻ സി. 40. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു തന്നെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, തെറ്റായവയാണ് കണ്ടെത്തേണ്ടതെന്നുള്ളത്. തന്നിരിക്കുന്നത് കല്ലടയാറ്റിന്റെ പതനസ്ഥാനമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ എന്നാണ്. ഇതിൽ തെറ്റായവയാണ് തിരഞ്ഞെടുക്കേണ്ടത്. 40ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം എന്താണ്? തെറ്റാണ്. 41. ഓപ്പറേഷൻ ബർമ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? 41ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബർമ എന്ന് പറയുന്നത്. 42. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നീണ്ടകര കേട്ടോ. ലാസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. 43. കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ: കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരള വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് 43ന്റേത് ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ശരിയാണ് കേട്ടോ. 44. ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് കരിമാടിക്കുട്ടൻ സ്മാരകം, ചന്ദ്രഗിരി കോട്ട, പുനലൂർ തൂക്കുപാലം, വാഗൺ ട്രാജഡി സ്മാരകം. ആൻസർ വരുന്നത് 44ന്റേത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3. കരിമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗിരി കോട്ട എന്ന് പറയുന്നത് കാസർഗോഡാണ്. അതുപോലെ പുനലൂർ തൂക്കുപാലം കൊല്ലമാണ്. വാഗൺ ട്രാജഡി സ്മാരകം എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. 45. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബക്സാർ കലാപം അമേരിക്കയാണ് കൊടുത്തിരിക്കുന്നത്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലാസ്റ്റ് 1 ആണ്. 2ഉം 4ഉം മാത്രം ശരി. ബൂവർ യുദ്ധം എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക തന്നെയാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ബാക്കി 2ഉം എന്താണ്? തെറ്റാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബോക്സർ കലാപം എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 46. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലാസ്റ്റ് 1 കോകില സന്ദേശമാണ് കേട്ടോ. കോകില സന്ദേശം കോഴിക്കോട്, അങ്ങനെയെങ്കിലും ഓർത്തു വെച്ചിരിക്കുക. 47. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. അപ്പൊ മുകളിൽ നിന്നും താഴേക്ക് എന്ന രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. അപ്പൊ 47ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിവയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. 48. താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായവ കണ്ടെത്തുക. തെറ്റായതാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടിയുണ്ടാകും. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്നത്രയാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായവകൾ എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 4, 6 എന്നിവ തെറ്റാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരാൾക്ക് പൗരത്വത്തിന് പുറമെ എന്താണ്? സംസ്ഥാന പൗരത്വം ഇല്ല. നമുക്ക് ഏക പൗരത്വമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭരണാധികാരി എന്തെല്ലാം നിയന്ത്രണം അല്ല, ആർക്കും നിയന്ത്രണമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ. 2025 മാർച്ചിൽ അന്തരിച്ച വാൽക്കിമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 49ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ചലച്ചിത്ര രംഗമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. 50. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി ആണ്. സാറ ജോസഫ്. അപ്പൊ സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത്. 51. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സുഭദ്ര യോജന പദ്ധതി ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും അതുപോലെ പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്. ശാസ്താംപാറ കേട്ടോ. 52ന്റെ ആൻസർ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കരിമ്പൻ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഫംഗസ് വിഭാഗത്തിൽ പെടുന്നതാണ് കരിമ്പൻ എന്ന് പറയുന്നത്.
54-ാമത്തെ ക്വസ്റ്റ്യൻ നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. 54-ലെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാസ്റ്റ് വൺ കുരുമുളകാണ് കേട്ടോ. 55 മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഹൈപ്പോ തലാമസ്. 56 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 56-ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം. 57 അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന് അറിയപ്പെടുന്ന. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. 58 സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് ഇത് സിംല കരാർ എന്ന് പറയുന്നത്. 59 യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. 1ഉം 3ഉം കൂടിയാട്ടവും കഥകളിയും അംഗീകരിച്ചു എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 60 കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. 60-ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രസ്താവന 2ഉം 4ഉം ശരിയാണ് എന്നുള്ളതാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണിവ എന്നീ 2 സെന്റൻസുകളാണ് കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായവ. 61 താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായ യോജിച്ച ജോഡികൾ കണ്ടെത്തുക എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇലക്ട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? ജെ തോംസൺ ആണ്. പ്രോട്ടോൺ ആരാണ്? റൂദർഫോർഡും. ന്യൂട്രോൺ എന്ന് പറയുന്നത് ജെയിംസ് ചാഡ്വിക്കുമാണ്. എന്നത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. 62 താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ എന്തിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിക്കാൻ കഴിയുന്നത്? അപ്പൊ സിങ്കിന്റെ അയിര് ഏതെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കലാമിൻ കേട്ടോ. 63-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ ആണ് ഇത് തന്നിരിക്കുന്ന മൂലകം എന്ന് പറയുന്നത്. 64 താപപ്രേഷണവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. 64-ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്നു. അപ്പോൾ 3 രീതികളാണ്: കൺവെക്ഷൻ, കണ്ടക്ഷൻ, അതുപോലെ തന്നെ റേഡിയേഷൻ. ചാലനം, സംവഹനം, അതുപോലെ തന്നെ വികിരണം എന്നീ 3 രീതിയിലുള്ള താപപ്രേഷണമാണല്ലോ ഉള്ളത്. അപ്പോൾ അതിനെയാണ് കൊടുത്തിരിക്കുന്നത്. പേരുകൾ കൊടുക്കാതെ അതിനെ ഡിഫൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്, ശരിയാണ്. 65 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23 രസതന്ത്ര നോബലാണ് ചോദിച്ചിരിക്കുന്നത്. 65-ന്റെ ആൻസർ എന്നതിന് ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം ഡോട്ട്സ്. 66 DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? രണ്ടാമത്തെ അപ്പോയിന്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്നാണ്. 66-ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ സമീർ വി കമ്മത്ത്. 67 താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏതെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്, സുന്ദർലാൻഡ്. 68 മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോട്ടോസോവ. 69 വൈറൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈറൽ ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അത് വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻസർ എന്ന ഓപ്ഷൻ ബി ആണ്, സാൽമണല്ല ടൈഫി. 70-ാമത്തെ ക്വസ്റ്റ്യൻ രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? അപ്പൊ ഫാഗോസൈറ്റിക് കോശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, മോണോസൈറ്റ് ആണ് കേട്ടോ. 71 ഒരു കാർഡിയക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, 8.8 സെക്കൻഡ്. 72 എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ലെപ്റ്റോസ്പൈറ. 73 ക്ഷയരോഗം പ്രതിരോധിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്ത് എന്നാണ്. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാസ്റ്റ് വൺ, BCG കേട്ടോ. 74 രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, 9 മുതൽ 11 മില്ലിഗ്രാം. 75 മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളി ഏതാണ്? മസ്തിഷ്ക പൊതിഞ്ഞു കാണുന്നത് ഏതാണ്? മെനിഞ്ചസ് ആണ്. പെരികാർഡിയം ഹൃദയത്തെയും പ്ലൂറ എന്ന് പറയുന്ന ലങ്സിനെയുമാണ് പൊതിഞ്ഞു കാണപ്പെടുന്നത്, ഓർത്തിരിക്കുക. 76
മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ജീവകം കെ ആണ് സഹായിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ലാസ്റ്റ് വൺ കേട്ടോ. 77 ലോക പൈതൃക സംരക്ഷണ ദിനം എന്നാണ്? പൈതൃക സംരക്ഷണ ദിനമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് ജൂലൈ 28. 78 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 78ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മിഠായി. 79 അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് നെഗ്ലേരിയ ഫലേരി എന്നുള്ളതാണ് കേട്ടോ. ഫൗലേരി എന്നുള്ളതാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്നത്. 80 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നിട്ട് പറയാം. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആശാധാര കേട്ടോ. 81 തൊട്ട് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് മാത്രം വായിച്ചു പോകാം. 81ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 82ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 83ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 84 ഓപ്ഷൻ എ ആണ്. 85ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 86ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 87ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലാസ്റ്റ് വൺ 18 ആണ് വരുന്നത്. 88ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 89 വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതുപോലെ 90 വരുന്നത് ഓപ്ഷൻ ഡി. ലാസ്റ്റ് വൺ 15 km/h. 91 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 20. 92ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 30. 93ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 2, 3, 5, 11 എന്നുള്ളതാണ്. 94ന്റെ ആൻസർ വരുന്നത് ലാസ്റ്റ് വൺ 1, 3 ശരിയാണ് എന്നിവ. 95ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 28. 96ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രൊട്രാക്ടർ. 97ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 15. 98ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 3 മണിക്കൂർ എന്നുള്ളതാണ്. 99ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 15. 100ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 29. അപ്പൊ ഇത്രയും 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഒരു LGS സിലബസിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി വരുന്ന കമ്പനി ബോർഡ് LGSന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഈ പറയുന്ന മേഖലകളിലെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തന്നെ അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇതിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഹൈ കട്ട് ഓഫ് തന്നെ വരും. കാരണം വളരെയധികം നിയമനത്തിന് സാധ്യത കുറവുള്ള ഒരു പോസ്റ്റാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 90 എബോവ് വരാനാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്. ഒരു 50-നകത്ത് ആളുകൾ എടുക്കുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന ഒരു എക്സാമിൽ നിന്ന് ഇത്രയും മാർക്ക് വാങ്ങിച്ചവരെ കണ്ടുപിടിക്കാൻ 50 വരെ കണ്ടുപിടിക്കാൻ വലിയ പാടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ല ഹൈ ആയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അടുത്തൊരു കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. കാരണം അത് അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് ക്രാക്ക് ചെയ്യത്തക്ക രീതിയിൽ ഇതൊന്ന് പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.